പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അങ്കമാലിയിലെ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയുടെ മരണത്തിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി ഡോക്ടർ സിറിയക് ജോർജ് കോട്ടയം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് റിപ്പോർട്ട് നൽകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഈ ഒരു അപകടം സംഭവിച്ചിട്ട് നമ്മൾ ആദ്യം മുതൽ ഈ വാർത്ത വന്നപ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ശരൺ, ഒരു മനുഷ്യജീവിയെ ഇടിച്ചിട്ടിട്ട് ജീവൻ കാക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഡോക്ടർ കടന്നു കളഞ്ഞിട്ട് ദിവസങ്ങൾ ഇത്രയാവുകയാണ്. അതിനുശേഷം ഇപ്പോഴും നിയമത്തിന്റെ പഴുതു തേടി പോവുകയാണ്. കീഴടങ്ങുക എന്നൊന്നില്ല. മാധു, തീർച്ചയായിട്ടും അതായത് ഇതിൽ മാതൃകാപരമായിട്ടൊരു സമീപനമാണ് ഏവരും ഒരു ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡോക്ടർ സിറിയക്കിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടിയല്ല ഉണ്ടായത്. ഒരു പെൺകുട്ടിയെ വാഹനം ഇടിച്ച് തെറിപ്പിച്ച ശേഷം അയാൾ കടന്നു കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഒളിവിൽ പോയിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. എന്തായാലും ഈ തുടക്കം മുതൽ തന്നെ ഇതിൽ പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന് ആക്ഷേപമുയർന്ന കേസ് കൂടിയാണ്. ഇതിലിപ്പോൾ കുടുംബം തന്നെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നത്. അതായത് ആലുവ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടയിൽ ഈ പ്രതിയായ സിറിയക് ജോർജ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോട്ടയം സെഷൻസ് കോടതിയിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേക അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് വൈകാതെ തന്നെ കോടതികൾ സമർപ്പിക്കുമെന്നുള്ളതാണ്. അതായത് നിലവിൽ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുറ്റകരമായ നരഹത്യയാണ്. അങ്ങനെ കുറ്റകരമായ നരഹത്യയെ ചുമത്തിയിരിക്കുന്ന ഒരു പ്രതിയെ അടിയന്തരമായി തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അറിയിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ പ്രതിക്കായിട്ട് നടത്തി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് അതിരമ്പുഴയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. ഇതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ ബന്ധുവീടുകൾ അടക്കം പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.